പിറന്നാൾ ദിനത്തിൽ അച്ഛനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ഉണ്ടായ മകന്റെയും അച്ഛന്റെയും മരണം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. ചാവശ്ശേരി കൂരൻമുക്കിലുണ്ടായ അപകടത്തിലാണ് കൊളാരിയിലെ ഇല്ലത്ത് വളപ്പിൽ വീട്ടിൽ പി വിനോദിന്റെയും മകൻ എ വി വൈഷ്ണവിന്റെയും ജീവൻ പൊലിഞ്ഞത്. നിർമ്മാണ തൊഴിലാളിയായ വിനോദും വയറിംഗ് തൊഴിലാളിയായ വൈഷ്ണവും പുന്നാട്ടെ വീട്ടിലും ഇരിട്ടിയിലും പോയി വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ പുറപ്പെട്ടതായിരുന്നു. നടുവനാട് റോഡിൽ നിന്ന് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ കയറി 200 മീറ്ററോളം സഞ്ചരിച്ചപ്പോഴാണ് ഇവരുടെ വാഹനത്തിലേക്ക് ബസ് പാഞ്ഞു കയറിയത്. സ്കൂട്ടറിലിടിച്ച ബസ് ഇരുവരെയും വലിച്ച് കുറച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ബസിന്റെ മുൻഭാഗത്തെ ചക്രത്തിനുള്ളിൽ കുടുങ്ങിയ ഇരുവരെയും ഉടൻ തന്നെ പുറത്തെടുക്കാൻ നാട്ടുകാർ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. ഇരിട്ടിയിലെയും മട്ടന്നൂരിലെയും അഗ്നിശമന വിഭാഗത്തിലും പോലീസിലും വിവരം അറിയിച്ചതിനാൽ അഗ്നിശമന വിഭാഗവും പോലീസും പാഞ്ഞെത്തി ക്രെയിനിന്റെ സഹായത്തോടെ ബസ് ഉയർത്തി ഇരുവരെയും പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുന്നാട് സ്വദേശിയായ വിനോദ് വർഷങ്ങൾക്ക് മുമ്പാണ് കോളാരിയിൽ താമസം ആരംഭിച്ചത്. അച്ഛനും മകനും മരിച്ചതോടെ കുടുംബത്തിന്റെ ഏകാശ്രയമാണ് നഷ്ടമായത്. അച്ഛനും മകനും ജോലി ചെയ്താണ് കുടുംബം നോക്കി വന്നിരുന്നത്. ഇരുവരുടെയും ദേഹവിയോഗം വൈഷ്ണവിന്റെ അമ്മയെയും സഹോദരിയെയും ധനിച്ചാക്കി. വാഹനങ്ങളുടെ അമിത വേഗത കാരണം കൂരൻമുക്കിൽ 20 ദിവസത്തിനുള്ളിൽ 3 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. കഴിഞ്ഞ ജൂൺ 10 ഇതേ സ്ഥലത്ത് വെച്ച് ബൈക്കിന് പിറകിൽ വാനിടിച്ച് ബൈക്ക് യാത്രക്കാരനായ ഉരുവച്ചാൽ ഇടപ്പഴശ്ശി കക്കാട്ടുപറമ്പ് അംഗനവാടിക്ക് സമീപത്തെ കെ വി മൂസക്കുട്ടി ഹാജി മരിച്ചിരുന്നു. ഇതിനു പുറമെ ചെറുതും വലുതുമായി നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ബസ്സുകളുടെ മത്സരയോട്ടവും അമിത വേഗതയും കാരണം അപകടം നടന്ന സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയും ബസ്സുകൾ തടയുകയും ചെയ്തു. 10 മിനിറ്റിലധികം പ്രതിഷേധിച്ച നാട്ടുകാരുമായി പോലീസ് നടത്തിയ ചർച്ചയിലാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. അമിത വേഗതയിൽ പോകുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഇരിട്ടി നഗരസഭാ ചെയർമാൻ വി വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. ഈ മാസം തന്നെ 2 അപകടത്തിന്റെ ഫലമായിട്ട് 3 വ്യക്തികൾ കൂരൻമുക്കിൽ മരണപ്പെടുകയാണ്. ബസ് അമിത വേഗതയിൽ വന്നതിൻ്റെ ഫലമായിട്ടാണ്. ബസ്സുകൾ രാവിലെ തന്നെ പല സ്റ്റോപ്പുകളിലും നിർത്താതെ തന്നെ അമിത വേഗതയിൽ വന്നതിൻ്റെ ഫലമായിട്ടാണ് സ്കൂട്ടർ യാത്രികരായിട്ടുള്ള 2 വ്യക്തികളെ ഇടിച്ച് നിരത്തിക്കൊണ്ട് റോങ് സൈഡിൽ ഉൾപ്പെടെ വന്നതിൻ്റെ ഫലമായിട്ടാണ് വലിയ രീതിയിൽ നാടിനെ നടുക്കിയ അരമണിക്കൂറോളം നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചു. ടയറിൻ്റെ ഉള്ളിൽ സ്കൂട്ടിയിൽ യാത്ര ചെയ്യുന്ന 2 പേർ അവിടെ കുടുങ്ങിക്കിടന്ന് ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഒക്കെ വന്നതിൻ്റെ ഫലമായിട്ടാണ് അരമണിക്കൂറിന് ശേഷമാണ് അവരെയൊക്കെ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. ഏതായാലും 2 വ്യക്തികളാണ് ഇവിടെ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. വലിയ പ്രതിഷേധമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് അധികാരികൾ, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ വന്ന് അടിയന്തരമായിട്ടും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകേണ്ട ഫലമായിട്ടാണ് ഇവിടെ ബസ്സുകളെ ഇന്ന് ഇവിടെ ഓടാൻ അനുവദിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകുന്നേരം 6:30 നാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം മട്ടന്നൂർ നഗരസഭയിലെ പൊറോറ വാതക ശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.